guys, welcome to my YouTube channel. So, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മിന്ത്രയിലും അതേപോലെ സാവനയിലൊക്കെ ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് ജീൻസിൻ്റെ ടോപ്സും അതേപോലെ തന്നെ കാഷ്വൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സസും ആട്ടോ. സോ ഫസ്റ്റ് വൺ ഈ ഒരു ലൈറ്റ് ബ്ലൂ കളർ ടോപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് ആണ് വരുന്നത്, പക്ഷേ ഇങ്ങനെ ഒരു കവറിങ് ഉണ്ട്. ഇതിൻ്റെ നെക്ക് നോക്കുവാണെങ്കിലും വീനക്കാണ് വരുന്നത്. കൂടാതെ സെയിം ബ്ലൂ കളറിൽ തന്നെ ഒരു ഫ്ലോറൽ ലേസും ഈ നെക്കിലൂടെ പോകുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഗ്രീൻ കളർ മാത്രമല്ല, വൈറ്റ്, ബ്ലാക്ക്, റെഡ് അങ്ങനെ പല കളേഴ്സിൽ അവൈലബിൾ ആണ്. കൂടാതെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലിനൻ മെറ്റീരിയൽ ആട്ടോ വരുന്നത്. അപ്പോൾ ഫുൾ സ്ലീവ് ആണ്. ബട്ടൺസ് ഒക്കെ ആണെങ്കിലും സെയിം ഒരു ലീഫി ഗ്രീൻ കളറിലാണ് വരുന്നത്. പിന്നെ കളർ വൈസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ബ്ലാക്ക് ജീൻസിനോടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വൺ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു ഷ്രഗാണ്. നമുക്ക് സ്ലീവ്ലെസ് ആയ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്കിത് വെയർ ചെയ്യാൻ പറ്റും. ബ്ലാക്ക് ഫുൾ സ്ലീവ് ആണ് ഈ ഒരു ഷ്രഗ് വരുന്നത്. ആൻഡ് ഓൾസോ അതിൻ്റെ മെറ്റീരിയൽ ഒരു ബനിയൻ ടൈപ്പ് ആണ്. നെക്സ്റ്റ് വൺ ഞാനൊരു കോഡ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്ടോണി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ലിനൻ ആണ്, അതുപോലെ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇനി ഒരു റെഡ് ഷർട്ട് ആട്ടോ. ഇത് ഭയങ്കര ബ്രൈറ്റ് കളറിലുള്ള ഒരു റെഡ് ഷർട്ടാണ്. അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടൺ പോളിസ്റ്റർ ബ്ലെൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ടൊക്കെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ഷർട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ്. നമുക്ക് കണ്ണിലേക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ടൈപ്പ് ഒരു റെഡ് കളറാണ് വരുന്നത്. പിന്നെ നമുക്ക് സമ്മർ സീസണിലാണെങ്കിലും റെയിനി സീസണിലാണെങ്കിലും ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ വരുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ കഴുകി കഴിഞ്ഞാൽ ഉണങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ ഞാനൊരു ബോഡി കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാക്ക് കളറാണ് ഈ ഒരു ബോഡി കോൺ വരുന്നത്. അങ്ങനെ ഒട്ടിക്കിടക്കുന്നൊന്നുമല്ല, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ തന്നെയാണ്. ഇടാനും നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിൻ്റെ സ്ട്രിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിൽവർ കളർ സ്ട്രിങ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാർട്ടി വെയർ പോലെ വേണേലും നമുക്ക് ഈ ഒരു ബോഡി കോൺ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിയ ഒരു ഷർട്ടാട്ടോ. ഇത് ബ്രൗൺ കളറാണ്, പക്ഷേ എനിക്കിത് അത്ര ഇഷ്ടമായില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഓവർ സൈസ്ഡ് ആണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ ഓവർ സൈസ്ഡ് ആണ്. പിന്നെ കളറും ഒരു ഡൾ കളർ ബ്രൗൺ ആണ്. കുറച്ച് അത്യാവശ്യം നീളമുള്ള പോലെ തോന്നി എനിക്ക് ഈ ഷർട്ട്. അപ്പം എൻ്റെ ഒരു ഹൈറ്റിനനുസരിച്ച് നോക്കുമ്പം ഈ ഒരു ഇത്രയും നീളം ഒരു മാച്ച് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടമായില്ല. പിന്നെ കളറാണേലും ഒരു ഡൾ ബ്രൗൺ കളറായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ടോപ്പ് ചൂസ് ചെയ്തില്ല. മെറ്റീരിയൽ വൈസ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടബിൾ മെറ്റീരിയലാണ്. നല്ലൊരു സോഫ്റ്റ് ടൈപ്പ് മെറ്റീരിയൽ. നമുക്ക് അങ്ങനെ ഒരു ചൂടോ അങ്ങനത്തെ ഒരു പ്രശ്നമോ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ കിട്ടില്ല. നെക്സ്റ്റ് വൺ ഒരു ലിനൻ്റെ തന്നെ ഒരു ഷർട്ടാണ്. ഇതും ഫുൾ സ്ലീവ് ആണ് വരുന്നത്. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. പക്ഷെ ഞാനിതിൻ്റെ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ നെക്ക് കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ. സാധാ നെക്ക് പോലെയല്ല, ഒരു വി നെക്ക് പോലെ വന്നിട്ട് കുറച്ച് താഴെ മുതലാണ് ഇതിൻ്റെ ബട്ടൺസ് തുടങ്ങുന്നത്. ഇതിൻ്റെ സ്മോൾ സൈസായിരുന്നു എനിക്കൊരു സൈസ് ചാർട്ട് വെച്ച് നോക്കുമ്പോൾ മാച്ച് ആവുന്നത്. പക്ഷെ പൊതുവേ ഞാനൊരു മീഡിയം സൈസിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ ശരിക്കും ഒരു ഓവർ സൈസ്ഡ് ആയിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു ടൈപ്പ് ഒരു ഷർട്ടാണിത്. ഫുൾ സ്ലീവ് ആണ്. മെറ്റീരിയൽ ആണെങ്കിലും ലിനൻ ആയതുകൊണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ ഇതൊരു ഡ്രസ്സാണ്. ഒരു ജീൻസിൻ്റെ ടോപ്പല്ല, ഒരു റാപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രീമും ബ്ലാക്കും കളർ കോമ്പിനേഷനാണ് വരുന്നത്. അതുകൂടാതെ നെക്കാണേലും വീനക്കാണ്, അതുപോലെ കോളറും ഉണ്ട്. മെറ്റീരിയൽ ആണേലും നല്ല കംഫർട്ടബിൾ ആണ്. നെക്സ്റ്റ് വണ്ണും ഒരു റെഡ് ഷർട്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെയും വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനും ഒരു വീനക്കാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു ഗ്രീൻ ഷർട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോൾജിയർ ഗ്രീൻ കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പട്ടാളത്തിൻ്റെ ഒക്കെ ഒരു ഗ്രീൻ കളറാണ് വരുന്നത്. മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ചൊളിയുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ ഇസ്തിരി ഇടേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത്രയും കാണിച്ചാൽ നിങ്ങൾക്ക് ഏത് ഡ്രസ്സാണ് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്